Okay, so last chapter 13th chapter probability chapter last Bernoulli's trials and binomial distribution section 13.7. Okay, so ഒരു ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സോ അത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ മുന്നോടിയായിട്ട് ബെർണോളി ട്രയൽ എന്നൊരു സംഗതി ഉണ്ട്. ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു കോയിൻ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ടോസ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഒരു ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ടെയിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഡിഫക്റ്റീവ് ഐറ്റം, ഒരു ലോട്ട് ഓഫ് ഒരു 10 ഒബ്ജക്റ്റ് എടുത്താൽ അതിൽ 2 ഡിഫക്റ്റീവും ബാക്കിയെല്ലാം എന്തായിരിക്കും, നോൺ ഡിഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സക്സസ് ഫെയിലർ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ് അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ഇവന്റിനാണ് നമ്മൾ ബെർണോളി ട്രയൽസ് എന്ന് വിളിക്കാം. Okay, so നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം, എ ട്രയൽ ഓഫ് റാൻഡം എക്സ്പെരിമെന്റ് ആർ കോൾഡ് ബെർണോളി ട്രയൽസ് ഇഫ് ദേ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. 4 കണ്ടീഷൻസ് എടുത്തിട്ടുണ്ട്. ദർ ഷുഡ് ബി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ്, അതായത് 5, 6, 8, 10, 15 ട്രയൽസ് ആയിരിക്കണം. ഒരു n ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു നമ്പർ നമുക്ക് വേണം. രണ്ടാമത്തത് ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയിരിക്കണം. അതായത് സക്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല ഫെയിലർ ഉണ്ടാവും. അതായത് ഇത്ര സക്സസ് ഉണ്ടെങ്കിൽ ഇത്ര ഫെയിലർ ഉണ്ടാവും എന്ന് പറയരുത്. സക്സസ് വേറെ, ഫെയിലർ വേറെ. ഈച്ച് ട്രയൽസ് ഹാസ് എക്സാക്ട്ലി 2 ഔട്ട്കംസ്. ഒന്നെങ്കിൽ സക്സസ്, ഇപ്പം ഹെഡ് ഓർ ടെയിൽ പറയുകയാണെങ്കിൽ ഹെഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സക്സസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫെയിലറിനെ നമുക്ക് എന്ത് ചെയ്യാം, ടൈലിനെ ഫെയിലർ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇതിൽ 2 ഔട്ട്കം ഉള്ളൂ. ഇനിയിപ്പം ഡൈസ് ആണെങ്കിൽ ഓഡ് നമ്പേഴ്സ് 1, 3, 1, 3, 5 ഇതിനെന്ത് വിളിക്കാം, സക്സസ് എന്ന് വിളിക്കാം. ഈവൻ നമ്പേഴ്സ് 2, 4, 6 ഇതിനെന്ത് വിളിക്കാം, ഫെയിലർ എന്ന് വിളിക്കാം. ഇങ്ങനെ സക്സസ്, ഫെയിലർ എന്നുള്ള 2 കാറ്റഗറീസിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് റിമൈൻസ് ദ സെയിം ഇൻ ഈച്ച് ട്രയൽ. എല്ലാ കേസിലും എന്ത് ചെയ്യണം, ഇപ്പം ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്തു, അതിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്താ, പ്രോബിലിറ്റി ഓഫ് ഹെഡ് 1/2. നെക്സ്റ്റ് ടൈം ഞാൻ ടോസ് ചെയ്യുമ്പോഴും പ്രോബിലിറ്റി എന്താ, സ്റ്റിൽ റിമൈൻസ് സെയിം. ഓക്കെ, സോ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കണം. അതിന്റെ ആ ഒരു 4 പ്രോബ്ലംസ് ഉണ്ട്. 4 പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ. ഡെഫിനിഷൻ 8ന്റെ താഴെ കുറച്ച് പോയിന്റ്സ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് റിമൈൻസ് ദ സെയിം ഇൻ ഈച്ച് ട്രയൽ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ 30. The 6 balls are drawn successively from an urn contains 6 red and 9 black balls. Tell whether or not the trials of drawing balls are Bernoulli trials. One after each draw the ball is draw the ball drawn is replaced. So example 30 നിങ്ങൾ നോക്കിയാൽ കാണാം, ഒന്നെന്താ റീപ്ലേസ്ഡും ഉണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ നോട്ട് റീപ്ലേസ്ഡും ആണ്. ഓക്കെ, സോ റീപ്ലേസ്ഡ് ആവുന്ന കേസിൽ എന്ത് ചെയ്യും, നമ്മളൊരു ബോൾ എടുത്തു. നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ഇൻഫൈനൈറ്റ് ആണ്, കാരണം 6 balls ആർ ഡ്രോൺ, 6 ബോൾ ഡ്രോൺ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ബോൾ ഡ്രോൺ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ റെഡ് സക്സസ് ആണെന്ന് വിചാരിക്കുക. സോ റെഡിന്റെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സക്സസ് എന്തായിരിക്കും, എത്ര റെഡ് ബോൾസ് ഉണ്ട്, 7/16 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അതെന്ത് ചെയ്തു, ബോൾ റീപ്ലേസ്ഡ് ചെയ്തു. ഒന്നും കൂടി അടുത്ത പ്രാവശ്യം ഒന്നും കൂടി എടുക്കുകയാണെങ്കിൽ അപ്പോഴും റെഡ് ബോളിന്റെ സക്സസ് എന്തായിരിക്കും, 7/16 ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും, 7/16 ആയിരിക്കും. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ കേസിൽ നമ്മൾ നോട്ട് റീപ്ലേസ്ഡ്, എടുത്ത ബോൾ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, 7/16 ആയിരിക്കും പ്രോബിലിറ്റി ഉണ്ടാവുക. സോ നമ്മൾ റെഡ് ബോൾ എടുത്തു, മാറ്റിവെച്ചു. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു ബോൾ കുറവാണ്, 6 ബോളേ ഉള്ളൂ അല്ലേ, 6 ബോളേ ഉള്ളൂ, ബാക്കി ടോട്ടൽ ബോൾ 15. അപ്പം എന്തായി, അതിന്റെ പ്രോബിലിറ്റി ചേഞ്ച് ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ വിത്ത് റീപ്ലേസ്മെന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ബൈനോമിയൽ ട്രയൽ ആണെന്ന് ബെർണോളി ട്രയൽസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു n റിപ്പീറ്റഡ് ഇൻഡിപെൻഡന്റ് ബെർണോളി ട്രയൽസ്. ഇപ്പം ഞാൻ ഒരു ബെർണോളി ട്രയൽ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, ഹെഡ് സക്സസ്, ഫെയിലർ ചെയ്തത്. ഇതുപോലെ n നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ബെർണോളി ട്രയൽസ് ചെയ്താൽ നമുക്കതിന് എന്താ പറയാം, ബൈനോമിയൽ എക്സ്പെരിമെന്റ് എന്ന് പറയാം. ആ ബൈനോമിയൽ എക്സ്പെരിമെന്റിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ബെർണോളി ട്രയൽ എന്താ മനസ്സിലായി, ഒരു ഇവന്റ് ചെയ്യുമ്പോൾ സക്സസോ ഫെയിലറോ കിട്ടുന്ന ഒരു ഇവന്റിനാണ് എന്ത് പറയാ, ബെർണോളി ട്രയൽ എന്ന് പറയാം. അങ്ങനെയുള്ള n നമ്പർ ഓഫ് ബെർണോളി ട്രയൽസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആവാം. ആ ബൈനോമിയൽ എക്സ്പെരിമെന്റ്, അതായത് n നമ്പർ ഓഫ് ബെർണോളി ട്രയൽസിലെ എത്ര സക്സസ് ഉണ്ട്, എത്ര ഫെയിലർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി, സക്സസിന്റെ പ്രോബിലിറ്റി, ഫെയിലറിന്റെ പ്രോബിലിറ്റി അറിയാനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഇക്വേഷനും ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലം ആണ് എന്ത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് ടേംസ് പറയുകയാണെങ്കിൽ, ലെറ്റ് x ഈക്വൽ ടു നമ്പർ ഓഫ്
സക്സസസ്. ഇപ്പം ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ, ഞാൻ ബെർണോളി ബൈനോമിയൽ എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ സക്സസ് എന്തായിരിക്കും 0 ആയിരിക്കും, ചിലപ്പോൾ സക്സസ് എന്തായിരിക്കും x=0, ചിലപ്പോൾ സക്സസ് x=1 ആവാം, ചിലപ്പോൾ സക്സസ് x=2 ആവാം. അങ്ങനെ സക്സസ് എന്ത് ചെയ്യാം, ഒരു റാൻഡം വേരിയബിൾ വാല്യൂ ആവാം. ഓക്കെ, സോ റാൻഡം വേരിയബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ p= പ്രോബബിലിറ്റി ഓഫ് സക്സസ് എടുത്തു. q= എന്തായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ട്രയൽസ് എന്ത് ചെയ്യില്ല, അതിന്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് റിമെയിൻ സെയിം ആയിരിക്കും. എത്ര ഇവന്റ് ചെയ്താലും അത് സെയിം ആയിരിക്കും. ഇപ്പം ഞാൻ ഹെഡും ടൈലും കോയിന്റെ കേസിലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഹെഡ് ആവാനുള്ള ചാൻസ് എന്തായിരിക്കും, സക്സസിന്റെ പ്രോബബിലിറ്റി 1/2 ആയിരിക്കും. ഓക്കെ, അതായത് ഹെഡ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്തായിരിക്കും, 1/2 ആയിരിക്കും. കാരണം എന്താ, ഒന്ന് ഹെഡ് ആണെങ്കിൽ മറ്റേ ടൈൽ ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ ഇതിന്റെ സക്സസിന്റെ പ്രോബബിലിറ്റി 1/2 ആയതുകൊണ്ട് മറ്റെന്തായിരിക്കും 1/2, അത് 1 - 1/2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, q=1 - p ആണെന്ന് പറയാം. എത്ര സക്സസ് ഉണ്ടോ ബാക്കി എന്തായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. ഇപ്പോൾ ഒരു 10 ഒബ്ജക്ട്സ് അതിൽ 8 സക്സസ് ആണെങ്കിൽ 2 എന്തായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി, കാരണം 8 സക്സസ് ആണെങ്കിൽ ബാക്കി എന്താ 10 - 8 ആണ്. അപ്പോൾ ഇത് p യും ഇത് q ആണെങ്കിൽ q= എന്താ 1 - p എന്ന് നമുക്ക് വിളിക്കാം, പ്രോബബിലിറ്റിന്റെ ടേംസിൽ വിളിക്കുമ്പോൾ. ഓക്കെ, സോ അതാണ് എന്ത് ചെയ്ത് q=1 - p. q എന്ന് പറഞ്ഞാൽ എന്താ, q എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, p എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കണം എന്നുള്ളത്. ബെർണോളി ട്രയൽസിന്റെ കേസിൽ കണ്ടീഷൻസിൽ പറഞ്ഞെടുത്ത് കാണാം, there should be a finite number of trials. So n = number of trials. So n, p, q, x ഇങ്ങനത്തെ കുറച്ച് ടേംസ് ആണ് എന്ത് ചെയ്യണത് നമുക്ക് വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് സക്സസ് എന്നുള്ളത് ഒന്നെങ്കിൽ 0 ആവാം, 1 ആവാം. സോ ഇതൊരു വേരിയബിൾ, റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, ഒരു റാൻഡം ഈ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ ഡിഫറെന്റ് കേസസിൽ, ഡിഫറെന്റ് സക്സസിലുള്ള എല്ലാ പ്രോബബിലിറ്റീസും നമ്മൾ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ x=0, x=0, 1, 2 ആ കേസിലൊക്കെ എന്തുണ്ടാവും, p(x) പ്രോബബിലിറ്റി ഓഫ് സക്സസ് nc0 q(n), nc1 q(n-1), p(1) ഇങ്ങനെ എന്ത് ചെയ്യാന്നുണ്ടാവും, പോകുന്നുണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ബൈനോമിയൽ എക്സ്പെരിമെന്റിന്റെ നമ്മൾ എന്ത് ചെയ്തു, റാൻഡം വേരിയബിൾസ് ചൂസ് ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന പ്രോബബിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമാറ്റിൽ എഴുതാം. ഈ ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ജസ്റ്റ് തിയറി പാർട്ടാണ്. ഇതെന്ത് ചെയ്യണ്ട, നിങ്ങൾ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കൊന്നും വേണ്ട. ജസ്റ്റ് പ്രോബ്ലംസിലോട്ട് പോകുമ്പോൾ എന്തായിക്കോളും, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആക്സസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആക്സസ് പി ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, NCX p(x) q(n-x). ഓക്കെ, സോ ഇതാണ് എന്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റിന്റെ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നതിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ ഈ എക്സ് എന്നുള്ള എന്തായിരിക്കും, ചിലപ്പോൾ 0 റാൻഡം വേരിയബിൾസ് ആയിരിക്കും. x=0 ആവാം, x=1 ആവാം, x=2 ആവാം, ചിലപ്പോൾ x=(1) ആവാം, x=(< 5) ആവാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഓക്കെ, സോ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, പഠിക്കാം. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ട്രയൽസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് കോയിൻ ഈസ് ടോസ്ഡ് 10 times, ഡൈ ഈസ് റോൾഡ് 6 times. ഇതൊക്കെ എന്താണ്, നമ്പർ ഓഫ് ട്രയൽസ് ആണ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എന്തോ 1, 2, 3, 0, 4, 5, 6 എന്തോ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നത് പോലെ. അതുപോലെ തന്നെ പി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ഇത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, അതായത് 1 - p. ചിലപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ത് ചെയ്യാം കാണാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് 1/3 ആണെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്തായിരിക്കും, 2/3 ആയിരിക്കും, 1 - 1/3 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ എല്ലാ ടേംസും അറിയാം. ഇനി എന്ത് ചെയ്യണം, നമ്മളൊരു പ്രോബ്ലം ചെയ്ത ക്വസ്റ്റ്യനിലെ എക്സാമ്പിൾ 31. ഓക്കെ,
So example 31, page number 575. Okay, so if a coin is tossed 10 times, find the probability. First one is exactly 6 heads. രണ്ടാമത്തെ question, at least 6 heads, at least 6 head. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് at most 6 heads. So ഇവിടെ ഹെഡ് ടൈലാണ്. ഇപ്പം നമുക്ക് എന്ത് പറയാം, ഇപ്പം n equal to number of trials equal to tossed 10 times, number of trials equal to 10, n equal to 10. അതുപോലെ തന്നെ probability of success equal to 1/2. കാരണം ഇവിടെ ഹെഡ് ടൈലാണ് വന്നത്. അപ്പം ഹെഡ് എന്ത് ചെയ്യുക, സക്സസ് ആയിട്ട് എടുക്കുക. സോ പ്രോബിലിറ്റി ഓഫ് സക്സസ് p equal to 1/2. അപ്പം എന്തായിരിക്കും, q equal to 1 minus 1/2 equal to 1/2. സോ പ്രോബിലിറ്റി ഓഫ് സക്സസും പ്രോബിലിറ്റി ഓഫ് ഫെയിലറും 1/2 ആണ്. അത് ഈ കേസിലായതുകൊണ്ടാണ്. വേറെ കേസ് വരുമ്പോൾ എന്തെങ്കിലും മാറും. ഓക്കെ, രണ്ട് എപ്പോഴും ഈക്വൽ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. സോ എക്സാക്ട്ലി 6 എന്ന് പറഞ്ഞാൽ വെൻ p of x equal to 6. p of x equal to 6 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇക്വേഷൻ എന്താ, NCX p raised to x q raised to n minus x ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ എന്താ, p of exactly 6 heads എന്ന് പറഞ്ഞാൽ x equal to 6 റാൻഡം വേരിയബിൾ ആണ്. x equal to സക്സസ് equal to 6 എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അത് വരുമ്പോൾ n എന്താ, n is equal to 10, c 6, p of x എത്ര 6, q raised to n minus x 4. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, 10 c 6 എന്താ, 10 factorial divided by അല്ലേ, NCR equal to n factorial divided by n minus r factorial into r factorial. നമ്മൾ മുമ്പ് പഠിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 divided by n minus r എത്ര 10, 6 factorial into r എത്ര, r ന് പകരം ഇവിടെ x ആണ്, 6 ആണ്, into n minus r is 4 factorial, sorry, 4 factorial into r എത്ര, x 6 factorial, 4 factorial into 6 factorial into p എത്ര 1/2 all raised to 6 into 1/2 all raised to 4. ഓക്കെ, സോ ഇതെന്ത് ചെയ്യാം, നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. ഇനി അടുത്തെന്താ, p അറ്റ്ലീസ്റ്റ് 6 heads. അതായത് p of x is അറ്റ്ലീസ്റ്റ് 6 heads എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്ലീസ്റ്റ് മിനിമം എന്ത് ചെയ്യണം, 6 heads ഉണ്ടാവണം. അപ്പം എന്ത് ചെയ്യണം, x is അറ്റ്ലീസ്റ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, greater than or equal to 6. x is greater than or equal to 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, p of x equal to 6 plus p of x equal to 7 plus p of x equal to 8 plus p of x equal to 9 plus p of x equal to 10. കാരണം ഈ നമ്മളോട് സക്സസ് ചോദിച്ചത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, n ബെർണോളി ട്രയൽസിന്റെ n എക്സ്പെരിമെന്റ് ചെയ്ത 10, 20, 100 എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം സക്സസ് ഉണ്ടാവുന്ന പ്രോബിലിറ്റിയാണ്. അപ്പം x ഈക്വൽ ടു റാൻഡം വേരിയബിളും ആണ്. അതുകൊണ്ട് എന്താണ്, x ഈക്വൽ ടു 6 എന്നുള്ള കണ്ടീഷനിലെ പ്രോബിലിറ്റി പ്ലസ് x ഈക്വൽ ടു 7. അതായത് സക്സസ് 6 ആകുമ്പോൾ സക്സസ് അറ്റ് x ഈക്വൽ ടു 6 ആകുമ്പോൾ പ്രോബിലിറ്റി പ്ലസ് x ഈക്വൽ ടു 7 ആകുമ്പോൾ പ്രോബിലിറ്റി പ്ലസ്, അതായത് എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി കിട്ടും, ടോട്ടൽ സക്സസിന്റെ പ്രോബിലിറ്റി കിട്ടും. അപ്പോൾ p of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, p of x ഈക്വൽ ടു 6 മുതൽ നമ്മുടെ n എത്ര ഉണ്ടോ അത്ര വരെ നമ്മൾ ചെയ്യും. സോ p of x ഈക്വൽ ടു 6 എന്താ, നമുക്ക് ഈ സെയിം ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം p of x ഈക്വൽ ടു 6 എത്ര എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 10 c6 p raised to 6 q raised to 4 plus p 10 c7 p raised to 7 q raised to 3 plus 10 c8 p raised to 8 q raised to 2 plus അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ് ടു ഇവിടം വരെ പ്ലസ് p of 10 c10 p raised to 10 q raised to 10 minus 0, ലാസ്റ്റ് എന്താവും, x p raised to 10 10 c10 p raised to 10 q ഉണ്ടാവില്ല, q raised to 0 ആയിരിക്കും. ഓക്കെ, സോ എന്ത് ചെയ്യാം, ഇത് രൂപത്തിൽ നിങ്ങൾ സോൾവ് ചെയ്തെടുത്താൽ എളുപ്പവും. മൂന്നാമത്തെ ചോദ്യം ഞാൻ ഇവിടെ ഇതാണ്, തേർഡ് ക്വസ്റ്റ്യൻ. അറ്റ്മോസ്റ്റ് 6 heads എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ അറ്റ്മോസ്റ്റ് 6 heads എന്ന് പറഞ്ഞാൽ മാക്സിമം 6, അതായത് p of x is
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ, സോ അതെങ്ങനെ വരും? 6ന് താഴെയുള്ള എല്ലാ പ്രോബിലിറ്റീസ് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഏതൊക്കെ? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 അപ് ടു ഇവിടം വരെ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 6 വരെ എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. അറ്റ്മോസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ മാക്സിമം 6. സോ 6 കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. സോ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. ഓക്കെ, സോ ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എക്സാമ്പിൾ 32. 10 eggs are drawn successively. എക്സാമ്പിൾ 32 ആണ് ഞാൻ പറയണത്. 10 eggs are drawn successively with replacement from a lot containing 10% defective eggs. Find the probability that at least one defective, there is at least one defective egg. So 10 eggs are drawn successively. So n equal to number of trials നമുക്ക് എന്ത് ചെയ്യാം? 10 എന്നെടുക്കാം. അതുപോലെ തന്നെ from a lot containing 10 defective items. സോ നമ്മൾ ഡിഫക്റ്റീവ് എഗ് എടുക്കുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് വരാം? പി ഈക്വൽ ടു 1/10. ഓക്കെ, സോ നമ്മൾ ഡിഫക്റ്റീവ് എക്സ് എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് സക്സസ് ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ സക്സസ് ഫെയിലർ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ് ഇങ്ങനെ നമുക്ക് പറയാം. സോ പി ഞാൻ എടുത്ത എന്താ? പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് പി ഈക്വൽ ടു 1/10. സോ ക്യൂ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് നോൺ ഡിഫക്റ്റീവ് ഇതിന്റെ ബാക്കിയായിരിക്കും എന്തായിരിക്കും? 9/10 ആയിരിക്കും. അതായത് 1 മൈനസ് പി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് എന്ത് ചെയ്തത്? ഞാൻ ചെയ്തത്. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ്, പ്രോബിലിറ്റി ഓഫ് നോൺ ഡിഫക്റ്റീവ്, പ്രോബിലിറ്റി ഓഫ് സക്സസ്, പ്രോബിലിറ്റി ഓഫ് നോൺ സക്സസ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, സോ ക്യൂ എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചെന്താ? പ്രോബിലിറ്റി ഓഫ് there is at least one defective. So probability of at least means greater than or equal to 1. Okay, നേരത്തെ പറഞ്ഞിരുന്നു at least എന്ന് പറഞ്ഞാൽ greater than or equal to, at most എന്ന് പറഞ്ഞാൽ less than or equal to. Okay, so at least x is greater than or equal to 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x equal to greater than or equal to 1. എത്ര ട്രയൽസ് ഉണ്ട്? 10 ട്രയൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? p of x equal to 1 plus p of x equal to 2 plus x equal to 2 plus p of x equal to 3 plus ഇങ്ങനെ എന്ത് ചെയ്യണം? p of x equal to 10. സോ അത് വലിയൊരു കാൽക്കുലേഷനാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് പ്രോബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പഠിച്ചൊരു കണ്ടീഷനാണ് എന്ത്? പ്രോബിലിറ്റി ഓഫ് 1 മൈനസ്. സോ ഇത്രയും എണ്ണത്തിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. കാരണം ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് അങ്ങനെ പി ഓഫ് എക്സ് ഈക്വൽ ടു 10 വരെ നമ്മൾ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ പ്രോബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? 1 ആണ്. ടോട്ടൽ പ്രോബിലിറ്റി 1 വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈ 1 മൈനസ് ചെയ്താൽ 1 മൈനസ് ഈ പ്രോബിലിറ്റി മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ഇപ്പം 0.3 ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0ന്റെ. ഇത്രയും നമ്മൾ ചെയ്താൽ ഈക്വൽ ടു ഒരു 0.7 കിട്ടും നമ്മൾ വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയണം കേട്ടോ. ഓക്കെ, സോ ഇത്രയും ചെയ്തിട്ട് 1 കിട്ടുന്നതിന് നല്ല എന്താണ്? 1 മൈനസ് 0.3 ചെയ്യുന്നതല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടൂലേ? അപ്പൊ എന്ത് ചെയ്യാം? പി ഓഫ് ഇത്ര കുറെ ഒരുപാട് ചെയ്യാണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ ബാക്കിയുള്ള എടുക്കുക. അതായത് 0, 1, 2, 3, 4, 5 ഇങ്ങനെയല്ല ഉള്ളത്. ഓക്കെ, ഈ രൂപത്തിലല്ല ഉള്ളത്. അപ്പൊ നമുക്ക് 1 മുതൽ മുകളിലേക്കുള്ള പ്രോബിലിറ്റിയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 0 കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? ടോട്ടൽ പ്രോബിലിറ്റി 1 വരും. അപ്പൊ ഇത് ഈ ഇത്രയും പോർഷന്റെ പ്രോബിലിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ചെയ്താൽ മതി. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. 1 മൈനസ് നമുക്ക് ശരിക്കും കാണേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് അങ്ങനെ 10 വരെ ചെയ്യണം. അത്രയും എൻ സിയും കോമ്പിനേഷൻസും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതിനും നല്ല എന്താണ്? പി ഓഫ് 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ എന്ത് എളുപ്പത്തിൽ ആൻസർ കിട്ടും? 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്തായി? 10 C0 ഓക്കെ p raised to 0 q raised to n minus 0 minus okay n equal to okay q raised to 10 വരും അല്ലേ? 10 minus 0 10. അപ്പം എന്താ ചെയ്യുക? ഈക്വൽ ടു 1 മൈനസ് 10C0 1 10C0 ഇൻറ്റു q raised to 10. ഈ പോർഷൻ ചെയ്ത് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. ഈക്വൽ ടു 1 മൈനസ് 9 raised to 10 by 10 raised to 10. ഓക്കെ, സോ അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാം. ഈ പി റേസ് ടു ഇപ്പം പ്രോബിലിറ്റി ഓഫ് ഒരു എക്സാമ്പിൾ പറയാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. ഓക്കെ, എൻ ഈക്വൽ ടു ഒരു 6 ആണെന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു അപ് ടു 6 വരെ ചെയ്യണം. അപ്പോൾ വലിയ കാൽക്കുലേഷൻ ആവും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക? ഇതിന്റെ ബാക്കിയുള്ള എടുത്തിട്ട് 1 മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് ഇവിടെ ഇനി ബാക്കി അതൊക്കെ ഉണ്ടാവുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇത് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് 1 മൈനസ് ചെയ്താൽ ഇതിന്റെ പ്രോബിലിറ്റി കിട്ടി. സോ ആൻസർ കറക്റ്റ് ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി 1 ആയത് കാരണം ഓക്കെ, ടോട്ടൽ പ്രോബിലിറ്റി എപ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് കാരണം ഇത്ര കുറേ കാൽക്കുലേഷൻ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ ബാക്കൗട്ട് എടുത്തിട്ട് 1 മൈനസ് ചെയ്താൽ എന്ത് ചെയ്യും? ആൻസർ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ.